ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെ കിഡിലൻ ഒരു യാത്രയായിരുന്നു നമുക്ക്. അതിന് മുമ്പുള്ള ദിവസവും നിങ്ങൾ കിഡിലനായി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ മാമൻ വർക്ക് ചെയ്ത ഫാമിലേക്ക് പോവുകയാണ്. അതായത് പ്ലാനറ്റ് എർത്ത് അക്വേറിയം. മൈസൂരിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയ ഒരു പ്ലാനറ്റ് എർത്ത് അക്വേറിയമാണ്. അപ്പോൾ അവിടെ ഞാൻ മുമ്പ് പോയ സമയത്ത് അതൊന്നും പറയുന്നില്ല തന്നെ. ഇപ്പോൾ എന്തൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, എന്തൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാറിനടുത്ത് എത്തി. അമ്മ ഓണാക്കി. ഉമ്മോ എന്ത് ചൂട്! വെയിലത്ത് നിർത്തിക്കണോ കാർ നല്ല ചുട്ടി പഴുക്കുണ്ട് പറയാം. ഒക്കെ തുറന്നു നല്ല ആവി അടിക്കുന്നുണ്ട്. ബോഗൻവില്ലിന്റെ ഏരിയ ഫുള്ള് ബോഗൻവില്ലേ ഉള്ളൂ. എന്താ കെട്ടിടം നോക്കില്ലേ? സാറിന്റെ വീട്ടിലേക്ക് പോകണം. അവിടെ പടുകൂറ്റൻ കെട്ടിടം. അതെ, അതവിടെ ബോർഡ് കണ്ടു മതി. എന്താ റോഡൊക്കെ മോശമായിരിക്കാം. ഇവിടെ നിർത്തിയാലോ? അവിടെ ഈ കാണുന്ന കംപ്ലീറ്റും പെൻസിലിൽ ആർട്ട് ചെയ്ത ഡീറ്റെയിൽസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയതും ഫിഷിൻ്റെ വായനുള്ളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൊത്തം കംപ്ലീറ്റ് ഫിഷ് സംഭവമായി അതുപോലെ ഷീസെൽ വെറൈറ്റി, ഓസ്റ്റർ വെറൈറ്റീസൊക്കെ നമുക്ക് ഉള്ളിൽ കാണാൻ സാധിക്കും. നേരെ ഇനി അടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. പക്ഷെ ഇവിടെ മൊത്തം ഈ ഒരു ടൈപ്പ് ചുണ്ടലി, എലി കാര്യങ്ങളൊക്കെയാണ്. ഇതിനായിട്ടത് മുള്ളമ്പന്നി കിടക്കുന്നു. ഇത് പറന്ന് വരുന്ന അന്നെ ഈ ഷുഗർ ഗ്ലീഡേഴ്സ്. എന്നാ പറയ്, എന്നീ പറഞ്ഞേ പറയ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡെഗു. ഷട്ടത്തൊരു സാധനം കാണിച്ചത് റെഡ് ടെയിൽ ബോവ. ഇതാ കിടക്കുന്നത്. റെഡ് ടെയിൽ ബോവ. പിന്നെ ഇക്കോന പൊളിച്ച്.
ഗൈസ് അപ്പോൾ നിലവിലെ ഇപ്പോഴത്തെ ഞാൻ കണ്ടില്ല ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് തന്നെ ഞാൻ പറയും. വന്നപ്പോൾ തന്നെ കിഡിലൻ സെറ്റിങ് ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുവിധം അതിക്കും മേലെ എന്ന് പറയാൻ പറ്റും. അത്രത്തോളം ഒരു ബേർഡ്സ് ആയിക്കോട്ടെ എല്ലാം ഫിഷ് കയറി ഉടനെ നമുക്ക് കാണാൻ പറ്റുന്ന ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലത്തെ അവിടെ വന്നു കഴിഞ്ഞതാ ആമ, എമു, കോപ്പിക്കൂ, എല്ലാതരം ഐറ്റംസ്. വെയിലായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾ ഉള്ളിൽ കയറിയിട്ടിരിക്കുന്നുണ്ടാവുക. കാണണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഇവിടെ ഉണ്ട്, ആൾ ഇവിടെ ഉണ്ട്. ഇതാ നോക്കൂ, ഉറങ്ങുകയാണ്. ആൾ ഉറങ്ങട്ടെ, ആൾ നമ്മളെന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നല്ല വെയിലുണ്ട്. വെയിലില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ സമയം അല്ലെങ്കിൽ വൈകുന്നേര സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടില്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാ ക്ലൈമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാത്തിനും ഇഗ്വാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ചാർജ് ഉണ്ട്. പിന്നെ പാരറ്റ്സിന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ചാർജ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എടുക്കാം, ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാം, കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പോഴും ഇത് മുമ്പ് വന്നതിനേക്കാളും കിഡിലനായിട്ട് സെറ്റിങ് കാര്യങ്ങളൊക്കെ നല്ലോണം സെറ്റ് ചെയ്ത് എല്ലാ തരം പക്ഷികൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ പേരറിയാത്ത കുറേ തരം ഉണ്ട്. എന്താ പറയുക, ബേർഡ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, സ്വാൻ, ഡക്ക്, അങ്ങനെ ഞാൻ കേൾക്കാത്ത കുറേ പേരുകളൊക്കെ ഞാൻ പേരുകളിവിടെ കേട്ടു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ മൈസൂർ സൈഡ് ആ സൈഡ് ഈ സൈഡൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഇട്ടിട്ട് പ്ലാനറ്റ് എർത്ത് അക്വേറിയം സെർച്ച് ചെയ്യുക. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മൈസൂർ ഇൻഫോസിസ് ഇല്ലേ, ഇൻഫോസിസിന് നേരെ ബാക്കിലായിട്ട് വരും നമ്മുടെ ഈ പ്ലാനറ്റ് എർത്ത് അക്വേറിയം. അപ്പോൾ ഉള്ളിൽ കയറാനും അതിൻ്റെതായ ചാർജ് ഉണ്ട്. ഓരോ 18 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 200 രൂപ ചാർജ് ആക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് കുറച്ച് നേരം ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ സൈഡ് കംപ്ലീറ്റ് പെർഷ്യൻ ക്യാറ്റുകൾ ഓരോ അതിൻ്റെതായ ബോക്സിൽ ആണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയറായിട്ടാണ്. പെർഷ്യൻ ക്യാറ്റിൻ്റെ ഗ്യാപ്പിൽ വേറൊരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. നോക്കാം, നമുക്ക് ആരാണ് നോക്കാതെ. ഇതുവഴി പോയാൽ കാണും. യെസ്, നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കഴിഞ്ഞ ചെറിയ പൂച്ച. ഇതാ പിന്നെ അടുത്ത ആൾ. അയ്യേ ഇവിടെ നോക്ക്, വേറൊരാൾ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. ബാക്കിയൊക്കെ പേഴ്സ് എന്താ നോക്ക്, വേറൊരാൾ അതാ. മുമ്പത്തെക്കാളും കിഡിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കും. മുമ്പ് വന്നിരുന്ന ഇതൊക്കെ ആക്കിയിട്ട്. നോക്ക് ഓസ്ട്രിച്ച് വലുത്. ഇത് ജിറാഫ് ഒറിജിനലല്ല, സെറ്റിംഗ് ആണ്. ബാക്കിലുള്ള ഓസ്ട്രിച്ചാണ് ഞാൻ പറഞ്ഞത്. സെറ്റായിട്ടില്ലേ? നോക്ക്. പിന്നെ നമ്മൾ ഇന്നലെ പോയപ്പോൾ കണ്ടത്. എന്താ ആരും അനങ്ങാത്തത് അല്ലേ? ആരും അനങ്ങുന്നില്ല ഗായ്സ്, ആരും അനങ്ങുന്നില്ല. അടുത്ത് നമുക്ക് ഓസ്ട്രിച്ചിനടുത്ത് വരും, 1-2 ഫോട്ടോസ് ഒക്കെ എടുക്കാം. കം ഓൺ, ലെറ്റ്സ് ഗോ. ആരും കാണുന്നമാരല്ല കേട്ടോ. അവന് മുമ്പിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി. എന്തോ ഒരു കുറച്ചിലാണൊക്കെ കുടിക്കും. നോക്ക്, യമണ്ടൻ സാധനം. വെള്ളം അതിനേക്കാളും ചാട്ടം പ്രതീക്ഷിക്കുന്നതിനേക്കാളും. അതിന് മുമ്പിലൊക്കെ പോയി പെട്ടാ പെട്ടു. ആടുകള്, കുഞ്ഞാട് നോക്ക് ഗൈസ്. കനേഡിയൻ പിഗ്മി ഗോഡ്സ്. ഒരു ഹായ് പറയൂ എൻ്റെ വ്ളോഗേഴ്സ്, എൻ്റെ ഫാൻസുകാർക്ക് ഒരു ഹായ് പറയൂ. കാശ് അത് കഴിഞ്ഞിട്ട് നോക്ക്, ഇവിടെ നോക്കൂ. എന്താ അതിന്റെ കൊമ്പല്ല വേറെ വലുതുവാ? ജേക്കബ് ഷീപ്പ് നാട്ടിന്റെ പേര്. ഇത് ആടല്ല, അത് വേറെന്തോ സാധനമാണ്. എന്താ നോക്കൂ, ഒളിച്ചൂട്ടാ കൊമ്പതിന്റെ. അതിന്റെ കൂട്ടി തന്നെ വേറൊരാളിനെ കിടത്തിയിട്ടുണ്ട്. അതിന്റെ കുട്ടി നോക്കി കിടക്കണതിന് മേലെ, അമ്മയും മോളും. മോനോ മോളോ? വെറൈറ്റി പേരൊക്കെയാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ വീട്ടിലെ നാടൻ കോഴി, ഇതേ നാടൻ കോഴി.
Polish cap. This is Polish cap. ബ്രഹ്മ ചിക്കൻ. പിന്നെ അപ്പുറത്തെ പ്രാവ്, ഇത് ടർക്കി, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ ബാക്കിയുള്ള ബേർഡ്സ് കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതെല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ മൈസൂർ ഇൻഫോസിസിൻ്റെ ബാക്കിലുള്ള പ്ലാനറ്റ് എർത്ത് അക്വേറിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ വേണ്ടി കഴിയും. കുറേ കിളികൾ, വെറൈറ്റി കിളികളുണ്ട് ഗൈസ്. അപ്പോൾ കിളികളെ നമുക്ക് കാണാം. അടുത്തുനിന്ന് പോയി ലോങ് ടെയിൽ ഫിഞ്ചസ് എവിടെ നിന്ന് എടുത്താലും നിങ്ങൾക്ക് കിടിലം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. നല്ല നേച്ചറാണ്, നല്ല ലൈറ്റാണ്. ഒരു 3 മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല, കിടിലനായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അത്ര തന്നെ കഴിഞ്ഞ ഒരു കിടിലൻ വീഡിയോ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാനും ഇതിന് മുമ്പൊക്കെ ഒരുപാട് നിന്ന് വന്ന സമയത്ത് കിടിലൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം അതിലും ഗംഭീരമായി കിടിലൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കറക്റ്റ് വരുന്നത് നമ്മുടെ സ്ഥലം വന്നിട്ട് മൈസൂർ ഇൻഫോസിസ് എത്തിയതിന് ശേഷം കറക്റ്റ് ബാക്കിലായിരുന്നു ഈ പ്ലേസ് വരുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും പ്ലാനറ്റ് എർത്ത് അക്വേറിയം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വരണം.